പെൺകുഞ്ഞാണ് വീണയ്ക്കും ഭർത്താവിനും പിറന്നത്. അമ്മയായ ശേഷം കരിയറിൽ നിന്നും വീണ ചെറിയ ഇടവേള എടുത്തിരിക്കുകയാണ്. അമ്മയായ ശേഷമുള്ള വിശേഷങ്ങൾ വീണ തൻ്റെ യൂട്യൂബ് ചാനലിലൂടെ പങ്കുവയ്ക്കാറുണ്ട്. തനിക്ക് വന്ന മാറ്റങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് ഇപ്പോൾ വീണ മുകുന്ദൻ. മൂഡ് സ്വിങ്സും എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. പല കാര്യങ്ങളിലും ഞാൻ ഓവർ റിയാക്ട് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. ചെറിയ കാര്യങ്ങൾക്ക് പോലും കരച്ചിൽ വരുന്നു. പക്ഷേ എങ്ങനെ അത് കൺട്രോൾ ചെയ്യണം, എങ്ങനെ ഇലയ്ക്കും മുള്ളിനും കേടില്ലാതെ കൊണ്ടുപോകണം എന്നതിനെക്കുറിച്ച് എനിക്കൊരു ധാരണയുമില്ല. കുഞ്ഞ് രാത്രി ഒരുപാട് നേരം ഉറങ്ങാതെ ഇരുന്ന് കരഞ്ഞാൽ നമുക്ക് ദേഷ്യം വരും. കുഞ്ഞ് തെറ്റ് ഭർത്താവോ അമ്മയോ ചെയ്യുമ്പോൾ ദേഷ്യം വരുന്നു. ഞാൻ അവരോട് ഭയങ്കരമായി കയർത്ത് സംസാരിക്കാറുണ്ട്. അല്ലെങ്കിൽ ഞാൻ കിടന്ന് കരയും. ഇത് സ്വാഭാവികമാണ്. അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. കുറച്ചു കാലം കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമെന്ന് ആലോചിച്ചാണ് ഞാൻ ഈ സാഹചര്യത്തെ മനസ്സിലാക്കുന്നത്. കുഞ്ഞ് പിറന്ന് നമ്മുടെ വലിയ വയർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ എനർജി കിട്ടുമെന്ന് ചിന്തിച്ചുമായിരിക്കും. ഞാൻ അങ്ങനെ ചിന്തിച്ചിരുന്നു. പക്ഷേ അത് വലിയ മണ്ടത്തരമാണ്. കാരണം അൾട്രാക്ഷീണമാണ് ഞാൻ ഫേസ് ചെയ്യുന്നത്. ഒരുപക്ഷെ തുടരെ പാൽ കൊടുക്കുന്നത് കൊണ്ട് കൂടിയായിരിക്കും. എപ്പോഴും ഉറങ്ങണമെന്ന് തോന്നും. പക്ഷെ നമുക്ക് ഉറങ്ങാനേ പറ്റില്ല. 2 മണിക്കൂർ കൂടുമ്പോൾ കുഞ്ഞിന് പാല് കൊടുക്കണം. ഉറക്കത്തിൽ നിന്ന് തന്നെ വിളിച്ച് എഴുന്നേൽപ്പിക്കുന്നത് ഭയങ്കര ദേഷ്യമുള്ള കാര്യമാണ്. ഒരുപക്ഷെ എല്ലാവർക്കും അങ്ങനെയായിരിക്കും. ആ സമയത്തൊന്നും ചെയ്യാൻ പറ്റില്ല. കുറച്ച് കഴിയുമ്പോൾ കുഞ്ഞിനോട് ഭയങ്കര സ്നേഹം വന്നു തുടങ്ങും. അപ്പോൾ അതൊന്നും പ്രശ്നമല്ല. ബുദ്ധിമുട്ടുകളെല്ലാം മറന്ന് കുഞ്ഞിനെ ശുശ്രൂഷിക്കുമെന്നും വീണ മുകുന്ദൻ പറഞ്ഞു. അമ്മയായ ശേഷം തൻ്റെ മുൻഗണനകൾ സ്വാഭാവികമായി മാറിയതിനെക്കുറിച്ച് വീണ സംസാരിച്ചിട്ടുണ്ട്. ഒരമ്മയായി കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായി മാറും. നമ്മുടെ പ്രയോറിറ്റി മാറും. എല്ലാ കാര്യങ്ങളും നമ്മുടെ കുഞ്ഞിന് വേണ്ടി ചെയ്യും. കുട്ടിയാണ് തൻ്റെ ലോകമെന്നും പറഞ്ഞാൽ ഞാൻ ഇരിക്കില്ല. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങൾ എനിക്ക് ഇൻവോൾവ് ആകണമെന്ന് ഞാൻ ഇപ്പോഴും പറയുമായിരുന്നു. പക്ഷെ വാവൊന്ന് കരയുമ്പോൾ എന്തെങ്കിലും ഡിസ്കംഫോർട്ട് അതിനുണ്ടാകുന്നു എന്ന് തോന്നുമ്പോൾ മനസ്സ് വല്ലാതെ ആശങ്കപ്പെടും. കുട്ടി കരയുന്നതോടെ സ്വാഭാവികമാണെന്ന്, അത് കരയട്ടെ എന്ന് ഞാനും മുമ്പ് പറയുമായിരുന്നു. പണ്ട് കഥകളിൽ അമ്മ കഴിച്ചില്ലെങ്കിൽ കൊച്ചിന് കൊണ്ടു കൊടുക്കുമെന്ന് പറയുമ്പോൾ ഞാൻ മനസ്സിൽ പറയുന്നത് തേങ്ങ, നടക്കുന്ന കാര്യം വല്ലതും പറയൂ എന്നാണ്. പക്ഷേ അതൊക്കെ സത്യമാണെന്ന് ഞാൻ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നു. പണ്ട് എനിക്ക് ക്ഷമ ഒട്ടുമില്ലാത്ത ആളായിരുന്നു. പക്ഷേ ഇപ്പോൾ നന്നായി ക്ഷമ പഠിച്ചെന്ന് വീണ മുകുന്ദൻ പറഞ്ഞു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.